ടി പഠിച്ചതിന് മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് 10ാം ക്ലാസ്സിന്റെ കേരള പാഠാവലിയുടെ ഫസ്റ്റ് യൂണിറ്റിലേക്ക് കടക്കാം. പുതിയ നമ്മുടെ മാറിയ ടെക്സ്റ്റ് ആണ്. അപ്പോൾ ഇതിലെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഭാഷ പൂത്തും സംസ്കാരം തളർത്തും എന്നാണ്. അതായത് പൂത്തും തളർത്തും നിൽക്കുന്നത് എപ്പോഴും വസന്തകാല കാഴ്ചകളാണ്. ഭാഷയുടെ വസന്തമാണ് സംസ്കാരത്തിലും നമ്മൾ കാണുന്നത്. ഇവിടെ ഖസാക്കിന്റെ ഇതിഹാസമാണ് ഇൻട്രഡക്ഷൻ പാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിലെ ഒരു ചെറിയ ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. അതിലെ പ്രധാന കഥാപാത്രമാണ് രവി. ഇന്നൊരു കഥ പറയാം, അയാൾ പറഞ്ഞു. എന്ത് കഥയാ വേണ്ടത്? കുട്ടികളെല്ലാവരും ഒന്നിച്ച് സംസാരിക്കാൻ തുടങ്ങി. സാർ സാർ, സുറുമയിട്ട പെൺകുട്ടി, കണ്ണെഴുതിയ പെൺകുട്ടി കൈ ഉയർത്തിക്കാട്ടി പറഞ്ഞു. പറയൂ, രവി പറഞ്ഞു. സാർ, ആരും ചാകാത്ത കഥ. അതായത് ആ കഥയില് ആരും മരിക്കരുത്, അങ്ങനെ ഒരു കഥ പറയാനാണ് അവൾ ആവശ്യപ്പെട്ടത്. രവി ചിരിച്ചുപോയി. അവൾ തൊടുത്തു. അതായത് സാറ് ചിരിക്കുന്ന കണ്ടപ്പോൾ അവൾ നാണം കൊണ്ട് തൊടുത്തുപോയി. എന്താ പേര്? രവി ചോദിച്ചു. കുഞ്ഞാമന. ശരി, രവി പറഞ്ഞു. രവി കഥ പറയാനൊരുങ്ങി. ആരും മരിക്കാത്ത കഥ പറയാനായി രവി ഒരുങ്ങുകയാണ്. അപ്പൊ കഥ മാത്രമല്ല, വൈകാരികമായി എല്ലാം അവതരിപ്പിക്കണമെങ്കിൽ ഭാഷ വേണം, മാതൃഭാഷ വേണം. മാതൃഭാഷയിൽ നിന്നാണ് ഒരാള് അയാളുടെ ഉള്ളിലെ വികാര വിചാരങ്ങൾ മറ്റൊരാളോട് പങ്കുവെക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ പറയുന്നത് മനസ്സിലാക്കുന്നതും കഥകളാണെങ്കിലും കവിതയാണെങ്കിലും കേട്ട് മനസ്സിലാക്കുന്നതും എല്ലാം അവനവന്റെ മാതൃഭാഷയിലൂടെയാണ്. അവനവന്റെ മാതൃഭാഷ ഇല്ലാതെ നമുക്ക് മറ്റൊരു കാര്യം സങ്കല്പിക്കാനേ പറ്റില്ല. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഒരു കുട്ടി സ്വന്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അവൻ ജനിച്ചു വീഴുന്ന ആ സാഹചര്യത്തിലെ ഭാഷയിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് വിദേശത്തൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് ഭാഷ വ്യത്യാസം അനുഭവപ്പെടുന്നത്. അതായത് അവർ കേട്ട് വരുന്നതും അല്ലെങ്കിൽ അവിടെ കേൾക്കുന്ന ഭാഷ തമ്മിലുള്ള ഒരു വ്യത്യാസം വന്നിട്ട് ഏത് ഭാഷയാണ് സംസാരിക്കേണ്ടതെന്നൊരു ചിന്താക്കുഴപ്പത്തിൽ പോലും കുട്ടികൾ അകപ്പെടാറുണ്ട്. അപ്പോൾ എല്ലാം കഥ പറയുന്നതിൽ മാത്രമല്ല, വൈകാരികമായി എന്ത് അവതരിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ഭാഷ വേണം. അതും മാതൃഭാഷ തന്നെ വേണം. അപ്പൊ മാതൃഭാഷയുടെ പ്രാധാന്യം എന്നുള്ളതാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നോട്ടിൽ ആദ്യ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ഒരു ആൻസർ. അപ്പൊ ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. കഥ പറയുമ്പോൾ എന്നുള്ളത് ആണ് അതിന്റെ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടി കൊടുത്തിരിക്കുന്നത്. കിളിയുടെ കണ്ണിൽ 100 വർണ്ണങ്ങൾ ഭാഷയുടെ ചിറകിലും. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ കഥകളതി മോഹനം എന്നുള്ളതാണ്. എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവ്വത്തിലെയാണ് കഥകളതി മോഹനം എന്ന കവിത. അപ്പോൾ എഴുത്തച്ഛൻ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ്, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ്, ആധുനിക മലയാള ഭാഷയുടെ പിതാവാണ്. ഇത്രയും സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന എഴുത്തച്ഛൻ നമ്മുടെ 16ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവികളിൽ ഏറ്റവും പ്രമുഖൻ. അതായത് കവിത്രയം ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ഇവരിൽ ഏറ്റവും അധികം ജനങ്ങളെ ആധ്യാത്മികതയിലോട്ട് നയിക്കാനും ആചാര്യൻ എന്ന നിലയ്ക്ക് കൈപിടിച്ച് നടത്താനും കഴിഞ്ഞ ഒരു എഴുത്തുകാരനാണ്, കവി